പെരുവന്താനം കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. കാർഷിക സംസ്കൃതിയുടെയും സമൃദ്ധിയുടെയും പ്രതീകമായ തിരുവാതിര ഞാറ്റുവേലയോട് അനുബന്ധിച്ചാണ് ചന്തയും കർഷക കൂട്ടായ്മയും ഒരുക്കിയത്. പെരുവന്താനം പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരിക്കുട്ടി ബിനോയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR വിജയൻ കർഷകർക്ക് വിവിധ ഇനം തൈകൾ വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കാലങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അതെല്ലാം ഘടകവിരുദ്ധമായിട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അലുമിനിയം പാത്രത്തിൽ കറിവെക്കുകയും സ്റ്റീൽ തവി കൊണ്ട് അത് ഇളക്കുകയും ചെയ്യുമ്പോഴത്തേന് അലുമിനിയത്തിന്റെ ഒരംശമെങ്കിലും നമ്മുടെ ഉള്ളിൽ ചെലുത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യമാണ്. അതായത് ഇന്ന് കേരളത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, പൈസ കൊടുത്ത് രോഗം മേടിച്ചിട്ട് പൈസ കൊടുത്ത് ചികിത്സിക്കാൻ പോകുന്ന ഒരു രീതിയാണ് നമുക്ക് ഇന്ന് നടന്നു വരുന്നത്. നമ്മൾ ഉത്സാഹിക്കുകയാണെങ്കിൽ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് പഴയ കാലങ്ങളിലോട്ട് മുഴുവൻ പോയില്ലെങ്കിൽ തന്നെയും കുറച്ച് പുറകോട്ട് പോയിട്ട് നമുക്ക് ഈ സ്റ്റീൽപാത്രവും സ്റ്റീൽ തവികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ഇഷ്ടംപോലെ കിട്ടുന്ന ആ വിഭവം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ വരും കാലഘട്ടത്തിൽ വളർന്നു വരുന്ന കുട്ടികൾക്കും അപ്പോൾ നമുക്കും കുറച്ച് ആരോഗ്യപ്രദമായ രീതിയിൽ നമുക്ക് ജനങ്ങളെ വാർത്തെടുക്കാനും നമ്മുടെ സമൂഹത്തെ നന്നാക്കാനും നിങ്ങളുടെ ആ പ്രയത്നം നമ്മുടെ പെരുവന്താനം പഞ്ചായത്തിന് നേട്ടം ഉണ്ടാക്കി തരുവാനും ഒരു സാഹചര്യമാണ്. മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളികളായ വന്യജീവി ശല്യത്തിന് പരിഹാരമായി കൃഷി വകുപ്പിന്റെ കോർപ്പ് ഹെൽത്ത് മാനേജ്മെന്റ് പദ്ധതി പ്രകാരം പെരുവന്താനം ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച അഗ്രോ ക്യാനോൺ എന്ന വന്യമൃഗ പ്രതിരോധ ഉപകരണത്തിന്റെ വിതരണവും ഇതോടൊപ്പം നടന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോൺ പി തോമസ് ഉപകരണത്തിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ രാഗി പി സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജീവ മോൾ, പെരുവന്താനം പഞ്ചായത്ത് അംഗങ്ങളായ സാഹില അഷ്റഫ്, ടോമി തോമസ്, ലിസി ജോസഫ്, മിനി വിനോദ്, മഞ്ജു KS, സംഗീത ജോസഫ്, കൃഷി അസിസ്റ്റന്റ് ശ്രീലക്ഷ്മി PV, ആത്മ സ്റ്റാഫ് പ്രീതിമോൾ KJ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജിനേഷ് KS കൃതജ്ഞതയും അർപ്പിച്ചു. തിരിമുറിയാതെ പെയ്യുന്ന മഴ കർഷകർക്ക് വിത്ത് പാകാനും തൈകൾ നടാനും ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഈ സമയത്ത് നടുന്ന ചെടികളും വൃക്ഷത്തൈകളും വേഗത്തിൽ വേര് പിടിക്കുകയും മികച്ച വിളവ് നൽകുകയും ചെയ്യുമെന്നാണ് പരമ്പരാഗത വിശ്വാസം. ഈയൊരു കാർഷിക പാരമ്പര്യം വീണ്ടെടുക്കുവാനും കർഷകർക്ക് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ലഭ്യമാക്കുവാനുമാണ് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചത്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.